വീണ്ടും വാർത്തകളിലേക്ക്. ദേശീയ അവാർഡ് ജേതാവ് സുരഭി ലക്ഷ്മിയെ നായികയാക്കി ദുബായിൽ നാടകമൊരുങ്ങുന്നു. പ്രശസ്ത സംവിധായകൻ ദിലീഷ് പോത്തൻ അസോസിയേറ്റ് ഡയറക്ടറായി നാടകത്തിന്റെ അണിയറയിലുണ്ട്. UAE 50-ലേറെ പ്രവാസി കലാകാരന്മാർ നാടകത്തിൽ വേഷപ്പെടും. നാളെ അജ്മാനിൽ അരങ്ങേറുന്ന ബോംബെ ടൈലേഴ്സ് എന്ന നാടകത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പിൽ നിന്ന് ഷിനോജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. കെട്ടിപ്പിടിച്ചോണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അവനൊരു പുതിയ കട തുടങ്ങാണെന്നുണ്ടെങ്കിൽ തുടങ്ങിക്കോട്ടെ. അവനൊരു കത്രിക മര്യാദയ്ക്ക് പിടിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? ആ നോട്ട് ഇല്ലാതെ എടുക്കാൻ പറ്റില്ല. ദുബൈയിലെ ഫോക്ലോർ അക്കാദമി തിയേറ്ററിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു നാടകത്തിൻ്റെ റിഹേഴ്സൽ നടക്കുകയാണ്. ബോംബെ ടൈലേഴ്സ് എന്നാണ് നാടകത്തിൻ്റെ പേര്. ഈ നാടകത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നവരൊക്കെ വെള്ളിത്തിരിയിൽ നമുക്ക് പരിചയമുള്ളവരാണ്. ഒപ്പം 52-ലധികം പ്രവാസി കലാകാരന്മാരുണ്ട്. പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നമ്മുടെ സ്വന്തം സുരഭി ലക്ഷ്മിയാണ്. നേരത്തെ ഈ നാടകവുമായിട്ട് വേദിയിൽ വന്നിട്ടുണ്ട്. എന്താണ് ഈ കഥാപാത്രം, എന്താണ് ഈ കഥ? കഥയും കഥാപാത്രത്തിനേക്കും അപ്പുറത്ത് 2016-ലാണ് ഞങ്ങൾ ഈ നാടകം ഫസ്റ്റ് ചെയ്യുന്നത്, സംഗീത നാടക അക്കാദമിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് മികച്ച നാടകവും മികച്ച നടിയും ഒക്കെയുള്ള അവാർഡ് നമുക്ക് 2017 കിട്ടുമ്പോൾ അതേ വർഷം തന്നെയാണ് നമുക്ക് നാഷണൽ അവാർഡിൻ്റെ ഇത്. അപ്പോൾ നാടകവും സിനിമയും എപ്പോഴും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ പിന്നീട് നമ്മൾ സിനിമയുടെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിപ്പോയിട്ട് നാടകത്തെ എവിടെയൊക്കെയോ വിട്ടുപോകുന്നു എന്നുള്ള നമുക്ക് എന്താണ് മിസ് ചെയ്യുന്നത് എന്ന് ആലോചിക്കുമ്പോൾ അതൊരു നാടകം കളിക്കാൻ. പക്ഷേ അത് നമുക്ക് നാട്ടിൽ നിൽക്കുമ്പോൾ പലതായിട്ട്. അപ്പോൾ അവിടെ നിന്ന് അങ്ങ് കട്ട് ചെയ്ത് ഇപ്പം ഞങ്ങൾ പഴയ ഞാനും പോത്തനും ഞങ്ങളുടെ മാഷ് വിനോദ് മാഷും ഞങ്ങൾ ഒരു പഴയ കാലടിയിലുള്ളൊരു ഓർമ്മ ഇതും കൂടെയാണ്. അപ്പം മാജിക് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വിനോദ് മാഷും ഞങ്ങൾ ചെയ്യുന്നൊരു ആക്ടിങ് വർക്ക്ഷോപ്പിൻ്റെ ഇതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ദുബായിൽ വന്ന് അപ്പം നമുക്കത് പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. നാടകത്തിൽ പ്രേക്ഷകർ പ്രതീക്ഷിക്കേണ്ട പോത്തേട്ടൻസ് ബ്രില്യൻസ് എന്തായിരിക്കും? അല്ല, അങ്ങനെയൊന്നുമില്ല. ഞാനിങ്ങനെ സഹകരിക്കുന്നതേ ഉള്ളൂ. ശരിക്കും വിനോദ് കുമാറാണ് നാടകം, വിനോദ് മാഷാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഞാൻ മാഷിനെ അസിസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഞാനിങ്ങനെ കുറച്ച് ആൾ കൂടിയിട്ട് ഇങ്ങനെ സുരഭിയും വിനോദ് മാഷും കൂടി ഒരു നാടകം ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഞാൻ വന്നതേ ഉള്ളൂ. ഞങ്ങളിത് ആദ്യം ചെയ്യുന്നത് 2017 മുമ്പാണ്. 2017-ലാണ് ലാസ്റ്റ് കളിക്കുന്നത്. ഇപ്പോൾ കോവിഡിന് ശേഷം നമ്മൾ ചെയ്യുമ്പോൾ പോസ്റ്റ് കോവിഡ് പീരീഡാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ നാടകത്തിൽ വലിയ മാറ്റങ്ങളുണ്ട്. 52 പേർ ഒന്നിച്ച് ഒരു ക്യാൻവാസിൽ, അതും ഒരു വെറും 20-25 ദിവസത്തിനുള്ളിലേക്ക് സ്റ്റേജിൽ എത്തിക്കുക എന്നുള്ളത് അതൊരു വലിയ ടാസ്ക് ആയിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ ഇതിനകത്തൊരു കൂട്ടായ്മയുണ്ട്. ഇപ്പം ദിവസം ഇവിടെ രാത്രി 8 മണി മുതൽ രാവിലെ അല്ലെങ്കിൽ വെളുപ്പിന് 1-2 മണി വരെ ഇവിടെ എന്നും ഇത് റിഹേഴ്സൽ ചെയ്യുന്നുണ്ട്. അബുദാബിയിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്. അവർ അത് കഴിഞ്ഞ് അബുദാബിയിൽ എത്തുമ്പോൾ വെളുപ്പിന് 3 മണിയാവും. വീണ്ടും 6 മണിക്ക് അവർ കുളിച്ചൊരുങ്ങി ജോലിക്ക് പോകണം. വീണ്ടും അവർ 6 മണിക്ക് വൈകുന്നേരം അബുദാബിയിൽ നിന്ന് ഇറങ്ങി രാത്രി 8:30 ആകുമ്പോൾ ഇവിടെ എത്തും. ഇതെന്ന് പറഞ്ഞാൽ ഒരു ആക്ടിങ് ക്ലാസ്സിൻ്റെ അവസാനം അതിനൊരു റിസൾട്ട് കൂടെ കിട്ടുന്ന പോലെ അവർ ഇത്ര നാൾ പഠിച്ചത് എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജും കൂടെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതായിരിക്കും അവർക്ക് കുറച്ചും കൂടെ ഇഷ്ടം. അപ്പോൾ അങ്ങനെ സുരഭി അടുത്ത് വെറുതെ സംസാരിച്ച് സുരഭി പറഞ്ഞാൽ നമുക്ക് നോക്കാം ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ തുടങ്ങിയ ഒരു ചർച്ചയാണ്. ഓഗസ്റ്റ് 17-ന് അജ്മാൻ നോർത്ത് ഗേറ്റ് ബ്രിട്ടീഷ് സ്കൂളിലാണ് ബോംബെ ടൈലേഴ്സ് വേദിയിലെത്തുക. യാസിർ അറഫാത്തിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്.